എയിംസ് കോഴിക്കോട് കിനാലൂരിൽ വേണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭാംഗം PT ഉഷ കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് കത്തയച്ചു. സ്ഥലം ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയായതാണെന്നും കത്തിൽ പറയുന്നുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ എയിംസ് ആലപ്പുഴയിൽ വേണമെന്നാവശ്യപ്പെടുമ്പോഴാണ് PT ഉഷ കിനാലൂരിന് വേണ്ടി കത്തയച്ചിരിക്കുന്നത്. ദീപക് ധർമ്മടം വിശദാംശങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. ദീപക്, എന്താണ് ഇതിൽ PT ഉഷ ആവശ്യപ്പെടുന്നത്? കിനാലൂര് ഈ എയിംസിന് പരിഗണിക്കപ്പെടുന്ന സ്ഥലങ്ങളുടെ കൂട്ടത്തിൽ നേരത്തെ തന്നെ ഉള്ളതാണ്. അത് PT ഉഷ 1-2 തവണ രാജ്യസഭയിൽ അത് ഉന്നയിക്കുകയും ചെയ്തത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. ഈ വിവാദം നടക്കുമ്പോൾ ആ ആവശ്യം ഒരിക്കൽ കൂടി ഉയർത്തുകയാണോ ഔദ്യോഗികമായി PT ഉഷ ഈ കത്തിലൂടെ ചെയ്തിരിക്കുന്നത്? വിജയകുമാർ, അത് തന്നെയാണ്. നേരത്തെ തന്നെ PT ഉഷ രാജ്യസഭയിൽ 2 തവണ ഇക്കാര്യം ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, കേന്ദ്ര ആരോഗ്യമന്ത്രിയെ നേരിട്ട് കണ്ട് നിവേദനം നൽകി കത്തുകൾ അയച്ചു. ആ ആവശ്യം തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നത്. കോഴിക്കോട് കിനാലൂർ എസ്റ്റേറ്റിലാണ് എയിംസിന് വേണ്ടി സംസ്ഥാന സർക്കാർ സ്ഥലമായി നിർണയിച്ചിരിക്കുന്നത്. അതിന്റെ നടപടിക്രമങ്ങളും സ്ഥലമെടുപ്പും പുരോഗമിക്കുകയാണ്. ആ സ്ഥലത്ത് തന്നെ കിനാലൂരിൽ നേരത്തെ തന്നെ ഉഷ സ്കൂളൊക്കെ ഉള്ളതാണ്. ഈ സ്ഥലവും ഭൂമിശാസ്ത്രവും എല്ലാം PT ഉഷയ്ക്ക് കൃത്യമായി അറിയുന്നതാണ്. നേരത്തെ വ്യവസായ വകുപ്പിന്റെ സുശീല ഗോപാലൻ വ്യവസായ മന്ത്രിയായിരിക്കുമ്പോൾ തറക്കല്ലിട്ട ഒരു വ്യവസായ പാർക്കും ഒരു വലിയ എസ്റ്റേറ്റ് പ്രദേശവും അവിടെയുണ്ട്. അപ്പൊ താരതമ്യേന സ്ഥലം ഏറ്റെടുക്കൽ കുറവുള്ളത് പ്രദേശം കൂടിയാണ്. അത്തരമൊരു സ്ഥലത്ത് എയിംസ് ആരംഭിക്കണം എന്നുള്ളത് PT ഉഷയുടെ കഴിഞ്ഞ കുറെ കാലമായുള്ള ആവശ്യമാണ്. ഈ വിവാദങ്ങൾക്കിടയിൽ ആ ആവശ്യം വീണ്ടും PT ഉഷ ഉറച്ചു നിൽക്കുന്നു. ഉഷ ആ കാര്യം കേന്ദ്ര നേതൃത്വത്തെ, കേന്ദ്ര ആരോഗ്യമന്ത്രിയെ, സർക്കാരിനെ അറിയിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വീണ്ടും ആ കത്ത്, പഴയ കത്ത് തന്നെ വീണ്ടും അയച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിൽ സുരേഷ് ഗോപി ആലപ്പുഴയിലേക്ക് എയിംസ് കൊണ്ടുപോകുന്ന ഘട്ടത്തിലാണ് PT ഉഷ തന്റെ പഴയ ആവശ്യം വീണ്ടും ആവർത്തിക്കുന്നത് എന്നുള്ളതിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. മറ്റൊന്ന്, സംസ്ഥാന സർക്കാർ കാണിച്ച അതേ സ്ഥലം കൂടിയാണ് കിനാലൂർ എസ്റ്റേറ്റ്. ആ എസ്റ്റേറ്റിൽ എയിംസ് ആരംഭിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു BJP നോമിനേറ്റ് ചെയ്യപ്പെട്ട MP ആയ PT ഉഷ എന്നുള്ളതിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. വിജയകുമാർ. യെസ്, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. ഈ ആവശ്യങ്ങൾ കേരളത്തിൽ വലിയ ചർച്ചയാകുന്നതിനിടെയാണ് BJPയുടെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ നാളെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ കേന്ദ്രമന്ത്രിയും കേരളത്തിലെത്തുന്നത്. ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം BJP ദേശീയ അധ്യക്ഷൻ കൂടിയായ കേന്ദ്രമന്ത്രി പറയുമോ എന്നാണ് അറിയേണ്ടത്. നാളെ കൊല്ലത്താണ് BJPയുടെ സംസ്ഥാന കമ്മിറ്റി നേതൃയോഗം ചേരാൻ പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.